ശ്രീലളിതാ സഹസ്രനാമസ്തോത്ര പഠനം 48 ഭാഗം. അമേ നാരായണ. നാമം 701. ദേശകാല അപരിച്ഛിന്ന. കാലദേശാന്തരങ്ങൾക്ക് അതീതമായ ശക്തിസ്രോതസ്സായ ദേവി ചൈതന്യം. കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ക്ഷയിക്കാത്ത, എല്ലാ ദേശങ്ങളിലും ഒരേ പ്രഭാവത്തോടെ ജ്വലിക്കുന്ന ദേവി ചൈതന്യം. നമ്മൾ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും മറ്റൊരു ദേശവാസിയായ വ്യക്തി അവരുടെ ഭാഷയിൽ പ്രാർത്ഥിച്ചാലും ദേവി ഒരേ രീതിയിൽ പ്രസാദിക്കുന്നു. നമ്മുടെ മാനസിക വളർച്ച വെച്ച് ദേവി ചൈതന്യത്തെ അളക്കുക സാധ്യമല്ല. കാരണം ദേവി ചൈതന്യം അത്രയും ഉന്നതമായൊരു തലത്തിലാണ് ഇരിക്കുന്നത്. ദേവിയെ കാലദേശാന്തരങ്ങളാൽ പരിച്ഛേദിക്കാൻ, ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന അർത്ഥം. നാമം 702. സർവഗ. സർവം നിറഞ്ഞു നിൽക്കുന്ന ദേവി ചൈതന്യം. തൂണിലും തുരുമ്പിലുമുള്ള ദേവി. ദേവി സർവജ്ഞയാണ്, സർവം അറിയുന്നവളാണ് എന്ന് നമ്മൾ മുന്നേ വർണ്ണിക്കുകയുണ്ടായി. ഇപ്പോൾ ദേവി സർവഗ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൾ കൂടിയാണ്. നമുക്ക് ചുറ്റും പല രൂപത്തിലും നാം കാണുന്നത് ഒരേ ചൈതന്യത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് എന്ന് മാത്രം. ഉപനിഷത്ത് പ്രകാരം അകത്തും പുറത്തും നിറഞ്ഞ നാരായണ ചൈതന്യം എന്നാണ് വർണ്ണന. അപ്രകാരം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ദേവിയുടെ കണ്ണിൽ പൊടിയിടുക സാധ്യമല്ല. നാം ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നതായ എല്ലാം ദേവിക്കറിയാവുന്നതാണ്. 703. നാമം സർവമോഹിനി. ദേവിയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചാണ് മഹാവിഷ്ണു മോഹിനി വേഷമെടുത്തത് എന്നാണ് കഥ. ദേവി അരുണവർണ്ണത്തിലുള്ള, അളകങ്ങൾ നിറഞ്ഞ നെറ്റിത്തടമുള്ള, ആ നെറ്റിയിൽ തോരണങ്ങൾ ചാർത്തിയതുപോലെയുള്ള പുരികങ്ങളുള്ള, ഇളകുന്ന മീനുകളെപ്പോലെയുള്ള കണ്ണുകളോടുകൂടിയ, ശോഭിക്കുന്ന കവിൾത്തടമുള്ള, മാതളപ്പൂക്കളും കാദംബരി പുഷ്പവും ചൂടിയ കാർക്കൂന്തലുള്ള ആ ദേവീ സ്വരൂപത്തെ നാം വർണ്ണിച്ചതാണ്. ദേവിയുടെ അരക്കെട്ട് അവിടെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന വിധം ഒതുങ്ങിയ അരക്കെട്ടാണ് എന്നൊക്കെ നാം ഏറ്റവും ഉന്നതമായ ഭാവന ഉപയോഗിച്ചുകൊണ്ട് ദേവിയെ വർണ്ണിക്കുകയുണ്ടായി. അപ്പോൾ ദേവിയുടെ രൂപം മോഹനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ദേവി മായാരൂപി കൂടിയാണ്. ആ മായാവലയത്തിൽ സകലത്തിനെയും ആകർഷിച്ചു നിർത്താൻ ദേവിക്ക് സാധിക്കും. ആത്മീയമായി ഉയർന്നവർക്ക് മാത്രമേ ഈ മായാവലയത്തിനപ്പുറത്തുള്ള ആ പരബ്രഹ്മമൂർത്തിയായ ദേവിയെ കാണുക സാധ്യമാവുള്ളൂ. നമ്മളെ ഭ്രമിപ്പിക്കുന്ന ചൈതന്യമാണ് ദേവിക്കുള്ളത്. 704. നാമം സരസ്വതി. അജ്ഞാനമാകുന്ന അന്ധകാരം നീക്കുന്ന ദേവി. വാഗ്ദേവതയായ ദേവി ലളിതാംബിക. ദേവി ജ്ഞാനവിഗ്രഹയാണ് എന്ന് നാം പറയുകയുണ്ടായി. ജ്ഞാനം തന്നെ ശരീരമാക്കിയ ദേവി. ദേവി ജ്ഞാനദാ. ജ്ഞാനം നേടുന്നവർക്ക് ജ്ഞാനം നൽകുന്ന ജ്ഞാനതയായ ദേവി. ദേവി വാണീദേവി കൂടിയാണ്. നമുക്ക് സംസാരിക്കാനുള്ള ശേഷി, നല്ല വാക്കുകൾ ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ പറയാനുള്ള കഴിവ് നൽകുന്ന വാണീദേവിയായ ദേവി ആ സരസ്വതി തന്നെ എന്നതിൽ തർക്കമില്ല. 705. നാമം ശാസ്ത്രമയി. ദേവിയുടെ ശരീരത്തിൽ നിന്നാണ് വേദങ്ങളും വേദാന്തവും ശാസ്ത്രങ്ങളും ഉദ്ഭവിച്ചത് എന്ന സങ്കല്പം. ശാസ്ത്രമെന്നാൽ ഏറ്റവും പരമോന്നതമായ ജ്ഞാനം. ആ ജ്ഞാനം ബ്രഹ്മത്തെക്കുറിച്ചുള്ളതാകാം. ഇനി ദേവി ആരാധന, ശ്രീവിദ്യാതന്ത്രം യോഗയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. യോഗ ശരീരവും അതിൻ്റെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെയും അതിൻ്റെ പരിപൂർണമായ പ്രവർത്തനത്തെയും പറ്റി പഠിക്കുന്ന ഒരു ആത്മീയ ആരാധന കൂടിയാകുന്നു. അതിനാൽ ദേവിയെ ശാസ്ത്രമയി എന്ന് വിളിക്കുന്നു. 706.
ഗുഹാംബ. ഗുഹൻ എന്നാൽ സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ്റെ അമ്മയായ പാർവതി തന്നെയാണ് ദേവി എന്ന സങ്കല്പത്തിലാണ് ദേവിയെ ഗുഹാംബ എന്ന് വിളിക്കുന്നത്. 707 നാമം ഗുഹ്യരൂപിണി. തൻ്റെ രൂപത്തിൽ രഹസ്യം സൂക്ഷിക്കുന്നവൾ എന്ന അർത്ഥം. ദേവി ഭക്തന് മുന്നിലല്ലാതെ ദേവി ഒരിക്കലും വെളിപ്പെടുന്നില്ല. ശ്രീവിദ്യ ആരാധനാ രീതികളെല്ലാം തന്നെ രഹസ്യമായി ഗോപ്യമായി ചെയ്യുന്നതാണ്. അതിനാലാണ് ദേവിയെ ഗുഹ്യരൂപിണി എന്ന് വിളിക്കുന്നത്. പിന്നെ മുൻപൊരിക്കൽ പറയേണ്ടായി, ഹൃദയചക്രത്തിൽ വസിക്കുന്ന, ഹൃദയമാകുന്ന ഗുഹയ്ക്കുള്ളിൽ വസിക്കുന്നതിനാൽ ദേവിയെ ഗുഹ്യരൂപിണി എന്ന് വിളിക്കുന്നു. 708 നാമം സർവ ഉപാധി വിനിർമുക്ത. ദേവി ഒന്നിനോടും ആശ്രയിച്ച് നിൽക്കുന്നവളല്ല. മനുഷ്യൻ്റെ മാനസിക വികാസം, അവരുടെ ബുദ്ധിശക്തി, അറിവ്, അവരെത്രത്തോളം മായാവലയത്തിൽ പെട്ടിരിക്കുന്നു, അവരുടെ ബോധത്തിൻ്റെ ഔന്നിത്യം, ഇതൊക്കെ ആശ്രയിച്ചിരിക്കും. ആ ഒരു മാനസിക വികാസം വെച്ചുകൊണ്ടാണ് നാം ദേവിയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. നാം മനസ്സിലാക്കുന്ന ദേവിക്ക് അരുണവർണ്ണമാണ്, ദേവിയുടെ കണ്ണുകൾ മീനുകളെ പോലെ ചലിക്കുന്നു. അങ്ങനെ നമ്മുടെ ബുദ്ധിയുടെ വികാസം അനുസരിച്ചുകൊണ്ട് പല രീതിയിൽ ആ ദേവീ ചൈതന്യത്തെ വർണ്ണിക്കാൻ നാം ഒരു ശ്രമം നടത്തുന്നു. എന്നാൽ ഈ ഉപാധികൾക്കെല്ലാം മനുഷ്യൻ്റെ അറിവ്, ബോധം, അവൻ്റെ മാനസിക വികാസം എന്നീ ഉപാധികൾക്കെല്ലാം എത്രയോ മുകളിലാണ് ദേവി എന്ന പരബ്രഹ്മസ്വരൂപിണി. അതിനാലാണ് ദേവിയെ സർവ ഉപാധി വിനിർമുക്ത എന്ന് വിളിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഒരു പാത്രം, ആ പാത്രത്തിൽ കൊള്ളുന്നത്രയും വെള്ളമേ നമുക്ക് ശേഖരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാത്രം ചെറുതാകും തോറും ദേവിയാകുന്ന വെള്ളത്തെ അത്രയും ചെറുതാക്കി കാണാനേ നമുക്ക് സാധിക്കുള്ളൂ. എന്നാൽ ആ പാത്രമാകുന്ന ഉപാധിക്ക് എത്രയോ മുകളിലാണ് ദേവിയാകുന്ന ചൈതന്യം. 709 നാമം സദാശിവ പതിവ്രത. ശൈവസിദ്ധാന്തപ്രകാരം പരബ്രഹ്മമൂർത്തിയായ ആ ശിവശക്തി അരൂപിയാണ്. എന്നാൽ ജീവരക്ഷയ്ക്കായി അദ്ദേഹം ലിംഗരൂപമെടുത്തു. ശിവൻ്റെ പരമോന്നതമായ ഭാവമായി ശൈവസിദ്ധാന്തപ്രകാരം പറയുന്ന ആ ഭാവമാണ് സദാശിവമൂർത്തി. സദാശിവമൂർത്തിക്ക് 5 മുഖങ്ങളും 10 കൈകളുമുണ്ട്. ഭഗവാൻ ശിവൻ്റെ 25ഓളം ഭാവങ്ങളെപ്പറ്റി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. 25ൽ കൂടുതൽ രൂപങ്ങളുണ്ട് ശിവന് എന്ന സങ്കല്പവുമുണ്ട്. ശിവഭഗവാന്റെ ചില ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭിക്ഷധനാർ, ഗംഗാധരർ, കാമാരി, ഭൈരവൻ, കല്യാണസുന്ദരൻ, ഋഷഭ ആരൂഢൻ, ചന്ദ്രശേഖരൻ, ഉമാമഹേശ്വരമൂർത്തി, നടരാജൻ, ത്രിപുരാന്തകൻ, വീരഭദ്രൻ, ശങ്കരനാരായണൻ, കിരാതൻ, ദക്ഷിണാമൂർത്തി, നീലകണ്ഠൻ. ഇങ്ങനെ വിവിധ ഭാവങ്ങളിൽ നിലനിൽക്കുന്ന ആ ശൈവ ചൈതന്യം, എല്ലാ ഭാവങ്ങളിലും ഈ ശിവനെ ഭർത്താവായി വരിച്ചിട്ടുള്ള ദേവി ലളിതാംബിക. ഏത് ജന്മത്തിലും സതിയാകുമ്പോഴും പാർവതിയാകുമ്പോഴും ആ ശിവഭഗവാന്റെ വധുവായ ദേവി ചൈതന്യം എന്ന അർത്ഥത്തിലാണ് ദേവിയെ സദാശിവ പതിവ്രത എന്ന് വിളിക്കുന്നത്. നാമം 710 സമ്പ്രദായേശ്വരി. ഗുരുമുഖത്ത് നിന്ന് ഏറെ വ്രതനിഷ്ഠയോടെ ചിട്ടയായി അഭ്യസിക്കേണ്ട ശ്രീവിദ്യാതന്ത്ര സമ്പ്രദായത്തിൻ്റെ അധീശ്വരിയായ ദേവി ലളിതാംബിക എന്ന അർത്ഥത്തിലാണ് ദേവിയെ സമ്പ്രദായേശ്വരി എന്ന് വിളിക്കുന്നത്. ശ്രീവിദ്യാതന്ത്രവുമായി ബന്ധപ്പെട്ട മിക്ക നാമങ്ങളും ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് പഠിക്കേണ്ടതാകുന്നു. മാത്രമല്ല ശ്രീവിദ്യാതന്ത്രത്തിലെ പല ആരാധനാ രീതികളും ഗോപ്യമാണ്. ഏറെ രഹസ്യമായി ദേവിയിൽ ഏറെ വിശ്വാസമുള്ളവർ മാത്രം കാണുകയും അറിയുകയും ചെയ്യുന്ന രീതിയിൽ നടത്തിപ്പോരുന്നതാണ്. അതിനാൽ ദേവിയെ
സമ്പ്രദായേശ്വരി എന്ന് വിളിക്കുന്നു.